ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കാനഡയിലെ മിസിസാഗയിലെ സീറോ മലബാർ വിശ്വാസി സമൂഹത്തിൻ്റെ ഹൃദയത്തിന് മനസ്സിന് ഏറ്റ ആഴത്തിലുള്ള ഒരു വേദനയായിരുന്നു ഈ കഴിഞ്ഞ ജനുവരി 14 പുലർച്ചെ കാനഡയിലെ സ്കാർബ്രോയിലുള്ള സെൻറ് തോമസ് ഫൊറോന ദേവാലയത്തിലെ വിശുദ്ധ തോമാസ് ലീഹായുടെ ഫസ്റ്റ് ക്ലാസ് തിരുശേഷിപ്പ് മോഷണം പോയ ആ ഒരു സംഭവം. CCTV ദൃശ്യങ്ങളിലൊക്കെ വളരെ വ്യക്തമാണ്. ദേവാലയത്തിലേക്ക് അതിക്രമിച്ചു കയറിയ ആ ഒരു അക്രമി ദേവാലയം അലങ്കോലപ്പെടുത്തുന്നു, സക്രാരിയുടെ താക്കോൽ മോഷ്ടിക്കുന്നു, വിശുദ്ധ തോമാസ് ലീഹായുടെ ആ ഒരു തിരുശേഷിപ്പ് മോഷ്ടിക്കുന്നു. വളരെ വേദനയാണ് ഈ ഒരു സംഭവം കാനഡയിലെ വിശ്വാസി സമൂഹത്തിന് ഉളവാക്കിയിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഒരു മോഷണ ശ്രമം മാത്രമാണോ? ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിക്കുവാൻ, അപമാനിക്കുവാനുള്ള ഒരു നിഗൂഢമായിട്ടുള്ള ഒരു അജണ്ട ഈ ഒരു സംഭവത്തിന് പിന്നിലുണ്ടോ? ഈ വിഷയങ്ങളെ പറ്റിയുള്ള സുപ്രധാന വെളിപ്പെടുത്തലുകളും നിരീക്ഷണങ്ങളുമായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് മിസിസാഗയുടെ പ്രിയപ്പെട്ട ഇടയൻ, അഭിമന്യ ഏറ്റവും ബഹുമാനപ്പെട്ട മാർ ജോസ് കല്ലുവേലിൽ പിതാവാണ്. പിതാവ്, ഒത്തിരി സ്നേഹത്തോടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് അങ്ങേ സ്വാഗതം ചെയ്യുകയാണ്. തീർച്ചയായിട്ടും കാനഡയിലെ മിസിസാഗ രൂപത ഒരു വേദനയിലൂടെയാണ് ഈ ഒരു നിമിഷം കടന്നു പോകുന്നത്. വിശുദ്ധ തോമാസ് ലീഹായുടെ ഫസ്റ്റ് ക്ലാസ് തിരുശേഷിപ്പ് മോഷ്ടിക്കപ്പെട്ട ആ ഒരു സംഭവം. നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പിതാവ്, നമുക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ ഒരു തിരുശേഷിപ്പിൻ്റെ ഒരു മഹത്വം, ഒപ്പം തന്നെ ഈ തിരുശേഷിപ്പ് മോഷ്ടിക്കപ്പെട്ട ഈ സെൻറ് തോമസ് ദേവാലയം, ആ ഒരു ഇടവക, അത് മിസിസാഗ രൂപതയിൽ ആ ഇടവകയ്ക്കുള്ള ഒരു പ്രാധാന്യം, അതിൻ്റെ ഒരു പശ്ചാത്തലം പിതാവ് ഒന്ന് വിവരിക്കാമോ? കാനഡ മിസ്സാഗ രൂപതയിൽ ഞാൻ ആദ്യമായിട്ട് വെഞ്ചരിച്ച ദേവാലയം സ്കാർബ്രോ സെൻറ് തോമസ് ഇടവക ദേവാലയമാണ്. രൂപതയുടെ മധ്യസ്ഥൻ തോമാസ് ലീഹയാണ്. ആ തോമാസ് ലീഹയുടെ നാമധേയത്തിൽ തന്നെ ആരംഭിച്ച ആദ്യത്തെ ദേവാലയം. 2015 സെപ്റ്റംബർ 19 ആരംഭിച്ച മിസ്സാഗ രൂപത 2025 അതിൻ്റെ ദശവർഷം ആഘോഷിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു വർഷം മുഴുവൻ ദീർഘിക്കുന്ന ആത്മീയ ഒരുക്കങ്ങളുണ്ടായിരുന്നു. വിശുദ്ധ കുർബാനയുടെ വർഷമായിട്ട് ഞങ്ങൾ പ്രഖ്യാപിച്ചു. ഈ ദശവർഷാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് രൂപതയിൽ ആദ്യമായി വെഞ്ചരിച്ച് തോമാസ്ലിയുടെ നാമധേയത്തിൽ ആരംഭിച്ച ദേവാലയത്തെ വേണ്ട അർഹിക്കുന്ന പ്രാധാന്യത്തോടെ കാണണമെന്നും ആഗ്രഹിച്ചു. തോമാസ്ലിയുടെ തന്നെ തിരുശേഷിപ്പ് അവിടെ പ്രതിഷ്ഠിച്ച് ഒരു തീർത്ഥാടന കേന്ദ്രമാക്കണമെന്നൊക്കെ ആഗ്രഹം മനസ്സ് സൂക്ഷിച്ച് പ്രാർത്ഥിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു. അതനുസരിച്ച് ജൂലൈ മാസത്തിൽ ഇറ്റലിയിലെ ഓർത്തോണ സെൻറ് തോമസ് ബസിലിക്കയിൽ നേരത്തെ അപേക്ഷ വെച്ച് 2025 ജൂലൈ മാസത്തിൽ അവിടെ തിരുനാളിന് ഞാനവിടെ എത്തുകയും യൂക്രിസ്റ്റി പിൽഗ്രിമിൻ്റെ ഭാഗം അവിടെ എത്തുകയും നേരത്തെ അപേക്ഷ വെച്ച് സാങ്ഷനാക്കിയ ഫസ്റ്റ് ക്ലാസ് റിലിക്സ് അവിടുന്ന് കാർഡിൽ പ്രത്യേകമായി നൽകുകയും ചെയ്തു. അത് വളരെ ആഘോഷമായിട്ട് കൊണ്ടുവന്ന് മിസ്സാഗ നമ്മുടെ ബിഷപ്പ് ഹൗസിലൊക്കെ സൂക്ഷിച്ചു. സെപ്റ്റംബർ മാസത്തിൽ നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പ് ഡെസേനി സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് വന്നപ്പോൾ പ്രതിഷ്ഠിക്കാൻ പറ്റിയൊരു അവസരം വന്നു. 20-ാം തീയതിയാണ് ഞങ്ങളുടെ ഡെസേനി സെലിബ്രേഷൻ സമാപനം. 19-ാം തീയതി വെള്ളിയാഴ്ച മേജർ ആർച്ച് ബിഷപ്പ് തിരുശേഷിപ്പ് ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെ കൊണ്ട് പ്രതിഷ്ഠിച്ചു സ്കാർബ്രോ ദേവാലയത്തിൽ. പക്ഷേ പ്രതിഷ്ഠിച്ചെങ്കിലും ഒരു കാനോനിക്കൽ കുറേ പ്രോസസ്സ് നടത്താനുണ്ട്. അതൊരു പിൽഗ്രിം സെൻ്ററായിട്ട് ഉയർത്തണമെന്നുണ്ടെങ്കിൽ അത് മാസങ്ങൾ എടുത്തു. ഡിസംബർ മാസം 19-ാം തീയതി അതിൻ്റെ പ്രോസസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങൾ ഔദ്യോഗികമായിട്ട് രൂപതയിലെ ആദ്യത്തെ പിൽഗ്രിം സെൻ്ററായിട്ട് ഈ സ്കാർബ്രോ സെൻറ് തോമസ് ഇടവകയെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. തോമാസിലയുടെ ഫസ്റ്റ് ക്ലാസ് റിലീക്സ്, രൂപതയുടെ ആദ്യത്തെ പിൽഗ്രിം സെൻറ്റർ, രൂപതയുടെ വലിയൊരു ആത്മീയ നവോത്ഥാനത്തിന് ഈ സെൻറ്റർ ഉപകരിക്കുമെന്നുള്ള വലിയ ആഗ്രഹവും പ്രാർത്ഥനയും ഞങ്ങൾക്കുണ്ടായിരുന്നു. അതിനുശേഷം ഒരു മാസം തികഞ്ഞില്ല. 2026 ജനുവരി മാസം 14-ാം തീയതി ആ തിരുശേഷിപ്പ് കളവുകയാണ് ചെയ്യുന്നത്. ആരുടെയും മനസ്സിനെ വല്ലാതെ ഉലയ്ക്കുന്ന ഒരു സംഭവമാണ് ഇത്. സ്കാർബ്രോ ഇടവയെ മാത്രമല്ല, മിസ്സാഗ രൂപതയെ മാത്രമല്ല, ഏതൊരു ദൈവവിശ്വാസിയെയും ആഴത്തിൽ വേദനിപ്പിക്കുന്നൊരു യാഥാർത്ഥ്യമാണ്. തീർച്ചയായും പിതാവ്, ഈ ഒരു ഇടവകയോട് മിസ്സാഗ രൂപതയ്ക്ക് അല്ലെങ്കിൽ രൂപതയിലെ വിശ്വാസം അതൊരു വൈകാരികമായിട്ടുള്ളൊരു അടുപ്പമില്ല. തീർച്ചയായും പിതാവ് പറഞ്ഞതുപോലെ പിതാവ് വെഞ്ചരിച്ച ആദ്യത്തെ ഒരു ഇടവക ദേവാലയം, നമ്മുടെ വിശ്വാസത്തിൻ്റെ പിതാവായ തോമാസ് ലീഹയുടെ നാമധേയത്തിലുള്ള ദേവാലയം. അപ്പോൾ ഒരു വൈകാരികമായിട്ടുള്ള വളരെ അടുപ്പമുള്ളൊരു ദേവാലയത്തിലാണ് ഇത്തരത്തിലൊരു മോഷണം സംഭവിക്കുന്നത്. അത് ഈ ഒരു സംഭവത്തിൻ്റെ ഒരു ഗൗരവ സ്വഭാവം വർദ്ധിപ്പിക്കുന്നില്ലേ? ഇതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഞങ്ങൾ പല മീറ്റിംഗ് ഇതിനോടകം കഴിഞ്ഞു. അവിടുത്തെ അച്ഛന്മാരും അവിടെ വികാരിച്ചൻ ഇപ്പോൾ ലീവിന് പോന്നിരിക്കുകയാണ്. വികാരിച്ചൻ ലീവിന് പോരുന്ന ദിവസമാണിത്.
അവിടുത്തെ കൊച്ചച്ഛനും മറ്റടുത്തുള്ള സമീപത്തുള്ള അച്ഛന്മാർ, ചാൻസലർ, കത്തീഡ്രൽ വികാരി, വൈസ് ചാൻസലർ, ഇങ്ങനെ അതുകൊണ്ട് ബന്ധപ്പെട്ട അച്ഛന്മാർ, അവിടെയുള്ള കൈക്കാരന്മാർ, പാസ്റ്റർ കൗൺസിൽ അംഗങ്ങൾ, പാരിഷ് കൗൺസിൽ അംഗങ്ങൾ എല്ലാവരും ഞങ്ങൾ പല പ്രാവശ്യം മീറ്റിംഗ് കൂടി. ഇന്ന് രാവിലെയും മീറ്റിംഗ് ഉണ്ടായിരുന്നു. അവരൊക്കെ മനസ്സ് വല്ലാതെ വേദനിച്ച് കഴിയുകയാണ്. അവരോട് സംസാരിക്കുമ്പോൾ അവരിൽ നിന്ന് അവർ പങ്കുവെച്ചൊരു കാര്യം എനിക്കിന്ന് ബോധ്യമായി ഷക്കീനയോട് പങ്കുവയ്ക്കാൻ, ഞാൻ അതിനോട് ലോകത്തോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്, ഇത് വെറും ഒരു കളവല്ല, നമ്മുടെ വിശ്വാസത്തിനെതിരെയുള്ളൊരു കടന്നുകയറ്റമാണെന്ന് ഞാൻ പറയും. ഒരു ഫെയ്ത്ത് ക്രൈമാണ്. കാരണം പള്ളിയിൽ അതിക്രമിച്ച് കടന്ന ഈ മോഷണം നടത്തുന്ന CCTV ഫുട്ടേജ് ഇതുവരോടകം പുറത്ത് വന്നിട്ടുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാം. ഇത്രയും വിലപിടിപ്പുള്ള വിശ്വാസം, ഇത്രയും ആദരവോടെ കണക്കാക്കുന്ന തോമാസ് ലീഗായുടെ ആ തിരുശേഷിപ്പാണ് അവിടുന്ന് കളവ് പോയ ഒരു ഐറ്റം. മറ്റൊന്ന് തിരുസക്രാരിയുടെ താക്കോല്. പരിശുദ്ധ കുർബാന സൂക്ഷിക്കുന്ന തിരുസക്രാരിയുടെ താക്കോല് ഈശോയാണ് അവിടെയുള്ളത്. ഇത് തോമാസ് ലീഗായുടെ ഫസ്റ്റ് ക്ലാസ് റിലിക്സാണ്. വിശ്വാസത്തിൻ്റെ ഹൃദയഭാഗമാണെന്ന് പറയാം. ഇതൊരു സാമ്പത്തിക ലാഭത്തിനുള്ളൊരു കളവല്ല. കാരണം തൊട്ടടുത്ത് നേർച്ചപ്പെട്ടിയുണ്ട്, തൊട്ടിട്ടില്ല. അത് അവർ കൈക്കാരന്മാർ ചെന്ന് നോക്കിയപ്പോൾ അതിനകത്ത് പൈസ നേരത്തെ ഉണ്ടായിരുന്ന പണം അങ്ങനെ തന്നെ ഉണ്ട്. കമ്പ്യൂട്ടറൊക്കെ കുറച്ച് കേടുവരുത്തി, എങ്കിലും കമ്പ്യൂട്ടർ ഒന്നും കൊണ്ടുപോയിട്ടില്ല. വിലപിടിപ്പുള്ള ഒരു സാധനവും കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ ഇത് ഒരു ഫെയ്ത്ത് ക്രൈം ആയിട്ടാണ് ഞങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നത്. ഒന്ന്, ഈ തിരുശേഷിപ്പ് മോഷണം പോയത്, അതുപോലെ വിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്ന അല്ലെങ്കിൽ സക്രാരിയുടെ താക്കോല്, ഇതൊരു ആൻറ്റി ക്രിസ്ത്യൻ പ്ലോട്ട് ഇതിൻ്റെ പിന്നിലില്ലേ? ക്രൈസ്തവ വിശ്വാസത്തെ ഈ സമീപകാലത്തായി താരടിച്ച് കാണിക്കുന്ന പ്രവണത പല സ്ഥലങ്ങളിലും, പല രാജ്യങ്ങളിലും. അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ഇതിനെ ഞങ്ങൾ കാണുകയാണ്. സഭയും അതിൻ്റെ അടയാളങ്ങളെയും പൊതുസമൂഹത്തിൽ നിന്ന് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന നിഗൂഢ ശക്തികളുടെ വ്യക്തമായൊരു കയ്യൊപ്പ് ഇതിൻ്റെ പിന്നിലുണ്ട്. അല്പം കൂടെ തെളിച്ച് പറഞ്ഞാൽ, ക്രൈസ്തവ സഭയുടെ ആത്മീയ വേരുകളെ അറുത്തുമാറ്റാൻ ശ്രമിക്കുന്ന നിഗൂഢ ശക്തികൾ, ഒരുതരം ക്രിസ്ത്യനോഫോബിയ എന്നതിന് പറയാം. ലോകത്തെമ്പാടും ഉള്ളതാണ്. ലോകമെമ്പാടും പോരാടുന്ന ക്രൈസ്തവ വിരുദ്ധ ചിന്തകൾ ആണ് വാസ്തവത്തിൽ ഈ ക്രിസ്ത്യനോഫോബിയയിലൂടെ കാണുന്നത്. അതൊരുതരം രോഗമാണ്, ആത്മീയ രോഗമാണ്. ഈ രോഗാവസ്ഥയെ നമ്മൾ വളരെ ഗൗരവമായി കാണണമെന്ന് ഞാൻ പറയുന്നത്. അതുകൊണ്ട് സഭാ സ്ഥാപനങ്ങളെ തകർക്കാനുള്ള നീക്കം, ഓഫീസുകൾ തല്ലി തകർക്കുന്ന പ്രവണത, ഓഫീസ് രേഖകൾ നശിപ്പിക്കുന്ന കാര്യങ്ങൾ, ഇതിലൂടെയൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് വിശ്വാസത്തിൻ്റെ വളർച്ചയെ തടയുക, പ്രവർത്തനങ്ങൾ, മറ്റേ ആത്മീയ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുക. ഇപ്പോൾ പിതാവ് പറഞ്ഞതുപോലെ ഇപ്പോൾ ഓഫീസ് തല്ലി തകർക്കുന്നു, അല്ലെങ്കിൽ ആ അക്രമി ഇങ്ങനെ എന്തോ ഒരു ഡോക്യുമെൻ്റ് ഇങ്ങനെ സെർച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അത് നോക്കുന്ന ആർക്കും മനസ്സിലാകും. പുള്ളി എല്ലാം അലമാരി തുറക്കുന്നു, ഡ്രോ തുറക്കുന്നു, ഫയലുകൾ തപ്പിത്തടയുന്നു, ഓരോന്നെടുക്കുന്നു, നോക്കുന്നു. ഇതിൽ നിന്നെല്ലാം ഈസ് ലുക്കിംഗ് സംതിങ് വെരി സീരിയസ്. എന്തോ ഒരു പോയിൻ്റ്, ഒരു ഡോക്യുമെൻ്റ് അന്വേഷണമാണ് നടക്കുന്നത്. അത് ഞങ്ങൾ സംശയിക്കുന്നു അത് ഈ തിരുശേഷിപ്പിനെ സംബന്ധിച്ചുള്ള ഒരു ഡോക്യുമെൻ്റ് ആയിരിക്കില്ലേ പുള്ളി തപ്പുന്നത്. ഇത് ഫസ്റ്റ് ക്ലാസ് റിലീക്സ് ആണെന്ന് മനസ്സിലാക്കാൻ ഒരു പ്രൂഫ്, അത് ഇവിടുന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ഒന്നോടെ വ്യക്തമായ എല്ലാ ഫയലുകളും കൃത്യമായി പരിശോധിച്ചാൽ അറിയുള്ളൂ. കാരണം മൊത്തം വലിച്ചു വാരിയിരിക്കുകയാണ്. ഒരു കാര്യം കൂടി എനിക്ക് ഷക്കീനയിലൂടെ ലോകത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ പറഞ്ഞു, ഇത് ഡിസംബർ മാസം 19-ാം തീയതി വെഞ്ചരിച്ച് പ്രതിഷ്ഠിച്ച് തീർത്ഥാടന കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ചിട്ട് ജനം വന്നു തുടങ്ങിയതേ ഉള്ളൂ, തീർത്ഥാടനം വന്നു തുടങ്ങിയതേ ഉള്ളൂ. ക്രിസ്മസ്, ന്യൂഇയർക്ക് കഴിഞ്ഞു. അപ്പോൾ അവിടേക്ക് തീർത്ഥാടകർ വരുന്ന, വിശ്വാസം വളരുന്നത്, സഭയുടെ ആത്മീയ ചൈതന്യം വളർന്നു വരുന്നത് ഒക്കെ ഇഷ്ടമില്ലാത്ത ആരൊക്കെയോ ഇതിൻ്റെ പിന്നിലുണ്ടോ? അപ്പോൾ അതിനൊക്കെ നശിപ്പിക്കാനുള്ള ശ്രമമാണോ എന്ന് ന്യായമായി സംശയിച്ചു പോവുകയാണ്. ഒരു ഭയപ്പെടുത്തി വിശ്വാസികളെ ഈ ദേവാലയത്തിൽ നിന്നും പള്ളിയിൽ നിന്നൊക്കെ അകറ്റാനുള്ളൊരു ശ്രമം, അങ്ങനെ നമുക്ക് സംശയിക്കാൻ സാധിക്കുമോ പിതാവേ ഈ ഒരു സംഭവം? അതിനോട് എനിക്ക് വളരെ വ്യക്തമായി പറയാനുള്ളത്, വിശ്വാസത്തെ കഴിഞ്ഞ 2000 വർഷത്തെ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്, വിശ്വാസത്തിനെതിരെ എവിടെയൊക്കെ എതിർപ്പുകൾ, വെല്ലുവിളി ഉയർന്നിട്ടുണ്ടോ അവിടെയൊക്കെ സഭ വളർന്നിട്ടേ ഉള്ളൂ. ഇത് കാനഡയിലെ സീറോ മലബാർ സഭയ്ക്കെതിരെ മാത്രമുള്ള ഒരു വിശ്വാസത്തിനെതിരെ ഒരു ഏറ്റുമുട്ടലായിട്ടോ, ഒരു സീറോ സഭയ്ക്കെതിരെ മാത്രമുള്ള ഒരു പോരാട്ടമായിട്ടോ ഒന്നും ഞങ്ങൾ കാണുന്നില്ല. അവിടെയുള്ള എല്ലാ
ക്രൈസ്തവ വിശ്വാസികളും തീർന്നില്ല, എല്ലാ നാനാജാതി മതസ്ഥരും ഒറ്റക്കെട്ടായിട്ട് ഇതുപോലെയുള്ള തിന്മയുടെ ശക്തികളെ എതിർക്കും എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. സത്യത്തിനും നീതിക്കും സനാതന മൂല്യങ്ങൾക്കും ദൈവിക മൂല്യങ്ങൾക്കുമൊക്കെ കാനഡയിലുള്ള എല്ലാ ദൈവമക്കളും ഒറ്റക്കെട്ടായിട്ട് നിൽക്കും, ജാതി മത വ്യത്യാസമില്ലാതെ. അതിന് ഞങ്ങളവിടെ ആലോചനകളും പ്രാർത്ഥനകളും ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഒറ്റക്കെട്ട് അത് കാത്തലിക് കോൺഗ്രസിൻ്റെ, കാനഡ കാത്തലിക് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലാണ്. അതൊരു അൽമായ മുന്നേറ്റമാണെന്ന് അറിയാം. അവരിത് ശക്തമായി നേതൃത്വം എടുത്തിട്ടുണ്ട്. എല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ട് സ്കാർബ്രോയ്ക്ക് പൂർണ്ണമായി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മിസ്സാഗ രൂപത ഈ തിന്മയുടെ ക്കെതിരെയുള്ള പോരാട്ടത്തിന് മുൻപിൽ ഉണ്ടായിരിക്കും. ഈ ഒരു വിഷയത്തിൽ പിതാവ് നിയമപരമായിട്ട് എങ്ങനെ മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്? അഭിമാനത്തോടെ ഓർക്കുകയാണ്. പോലീസ് ഉടനെ തന്നെ എത്തി അന്വേഷണങ്ങളൊക്കെ നടത്തി അവർ കേസ് ചാർജ് ചെയ്തിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. അത് അപ്പോൾ പോലീസിനോട് സംസാരിച്ച് ഇതൊരു കറവ് തന്നെയാണോ, ഞങ്ങൾക്ക് സംശയമുണ്ട് എന്ന് അവിടെ ഉണ്ടായിരുന്ന കൈക്കാരന്മാരും ഇവരൊക്കെ സൂചിപ്പിച്ചപ്പോൾ ഇതൊരു ഫെയ്ത്ത് ക്രൈമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നു. കാരണം മറ്റു വിലപിടിപ്പുകളൊന്നും പോയിട്ടില്ല. അപ്പോൾ പോലീസ് സൂചിപ്പിച്ചത് അല്ല, ഇറ്റ് മേ ബി എ ഓർഡിനറി റോബറി, ഒരു കളവ് മാത്രമായിട്ടാണ്. പക്ഷേ പോലീസിനത് വ്യക്തമായി മനസ്സിലാക്കും, ഇതൊരു വെറും റോബറി അല്ല, ഒരു ഫെയ്ത്ത് ക്രൈം തന്നെയാണ് എന്ന് അവർ മനസ്സിലാക്കി അതനുസരിച്ച് വർക്കുകൾ തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ പോലീസിൻ്റെ എല്ലാ പരിശ്രമങ്ങളും വിജയിക്കട്ടെന്ന് ആശംസിക്കുകയും അതിന് എല്ലാ പിന്തുണയും കൊടുക്കുകയും ചെയ്യും. പിതാവ് വളരെ ഒരു വിഷമഘട്ടത്തിലൂടെയാണ് സെൻറ്റ് തോമസ് ഇടവകയിലെ ജനങ്ങൾ കടന്നു പോകുന്നത്. ആ ഇടവക ജനത്തോട് ആ രൂപതയുടെ ഇടയൻ എന്ന നിലയിൽ പിതാവിന് ഈ ഒരു ഘട്ടത്തിൽ എന്താണ് പറയാനുള്ളത്? ഇന്നലെയും ഇന്നുമൊക്കെ അവിടെയുള്ള അച്ഛന്മാരും ഈ ഇടവകയിലെ കൈക്കാരന്മാരും കമ്മിറ്റിക്കാരും ഒക്കെ ആയിട്ട് നിരന്തരം സംസാരിക്കുന്നുണ്ട്. മിസ്സാഗ രൂപത എപ്പോഴും സ്കാർബ്രോ ഇടവകയോടൊപ്പമുണ്ട്. കാരണം ഞങ്ങളുടെ ആദ്യത്തെ തീർത്ഥാടന കേന്ദ്രം വളരെ പ്രധാനപ്പെട്ടതാണ്, വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ വികാരിച്ചനോ അതിൻ്റെയോ അല്ലെങ്കിൽ കൈക്കാരന്മാരുടെയോ അവിടുത്തെ കുറച്ച് ആൾക്കാരുടെ മാത്രം ഒരു പ്രശ്നമല്ല, രൂപതയുടെ പ്രശ്നമാണ്. ഒറ്റക്കെട്ടായിട്ട് രൂപത ഇതിനെ ഈ തിന്മയ്ക്കെതിരെ പോരാടാനും സത്യം വെളിച്ചത്ത് കൊണ്ടുവരുവാനും ഒക്കെ പരിശ്രമം തുടങ്ങിക്കഴിഞ്ഞു. അതിന് എല്ലാ വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഷെക്കീന ന്യൂസിൻ്റെ ഈ വിലപ്പെട്ട സഹകരണത്തിന് നന്ദി പറയുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും പിതാവ് പറഞ്ഞതുപോലെ എല്ലാ പ്രാർത്ഥനയും പിന്തുണയും മിസിസാഗ രൂപതയോടൊപ്പമുണ്ട്, സ്കാർബറോ ഒരു ഇടവകയ്ക്കൊപ്പമുണ്ട്, ഇടവക സമൂഹത്തിനൊപ്പമുണ്ട്. എത്രയും വേഗം തന്നെ ആ കുറ്റവാളിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. നഷ്ടപ്പെട്ടു പോയ തിരുശേഷിപ്പ് എത്രയും വേഗം വീണ്ടെടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. മിസിസാഗ രൂപതയ്ക്കും അഭിമന്യ പിതാവിനും എല്ലാ പ്രാർത്ഥനാശംസകളും. താങ്ക് യു പിതാവ്. താങ്ക് യു.